ഈ മഴയത്ത് തണുത്ത് വിറച്ച് ചോക്ലേറ്റും കയ്യിൽ പിടിച്ച് മഴയത്ത് എങ്ങോട്ടാണ് പോയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാനേ ഒന്ന് വയനാട് വരെ കയറിയിട്ട് വന്നതാ. വയനാട്ടിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതാ. ഇന്നത്തെ എൻ്റെ ജേണി കണ്ടാലോ? ഞാൻ വയനാട് പോവാണ്, മല കയറാൻ പോവാണ്. ഞങ്ങൾ മലേൻ്റെ താഴെയാട്ടോ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ചേച്ചിയുടെ അടുത്ത് പോകണം. എൻ്റെ ബിസിനസ് സംബന്ധമായിട്ട് അവിടെ ഒരു കമ്പിളീൻ്റെ കൊണ്ട് നന്നായിട്ട് ഡ്രസ്സൊക്കെ തുന്നുന്ന ഒരു അമ്മയുണ്ട്. എൻ്റെ അമ്മേൻ്റെ ചേച്ചിയുടെ അടുത്ത് പോവാണ്. നൂലൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വയനാട് കാഴ്ചയാണ് കേട്ടോ. വയനാട്ടിലേക്കൊരു എളുപ്പ വഴിയുണ്ട്. നെടുമ്പൊഴി ചുരം കൂടിയിട്ട് പോകുന്നതല്ല കേട്ടോ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പാൽ ചുരം വഴിയിട്ട് ഭയങ്കര കുത്തനെയുള്ള കയറ്റവും ഓരോ പിന്ന് വഴി ഇങ്ങനെ കയറി പോകുന്ന സ്ഥലം. അവിടെ ഒരുപാട് നമ്മുടെ കടുവയടക്കം ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ അധികം വീതിയില്ലാത്ത സ്ഥലമാണ്, ഭയങ്കര കുന്നാണ്. വണ്ടിയെല്ലാം വളരെ സ്ലോ ആയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ഈ കാണുന്ന തിട്ടില്ലേ, ആ തിട്ടിൻ്റെ അതിലൂടെ കല്ലൊക്കെ വീണിട്ട് പലർക്കും പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട്. അങ്ങനെ കല്ല് വീഴ്ച ഉള്ള സ്ഥലം കൂടിയാണ്. തൊട്ടപ്പുറത്തെ വഴീൻ്റെ സൈഡിൽ കാണുന്ന ഫുള്ള് കൊക്കയുമാണ്. ഇങ്ങനൊരു സ്ഥലത്തിലൂടെയാട്ടോ പോകുന്നത്. ഫുള്ള് കോടമഞ്ഞാണ്. മുമ്പിലുള്ള ഒന്നും അറിയില്ല. വണ്ടിയൊക്കെ അടുത്ത് വരുമ്പോൾ മാത്രമേ അത് വണ്ടിയാണെന്ന് മനസ്സിലാവുന്നുള്ളൂ. അത്രയധികം കോടയുണ്ട്, ഭയങ്കര തണുപ്പും ഉണ്ട്. ഇവിടെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കടുവ ഇറങ്ങിയത് കണ്ടത്. പലപ്പോഴും ഇവിടെ ഇറങ്ങാറുണ്ട്. ഇവിടെയുള്ളവരെല്ലാം വളരെ ജാഗ്രതയായിട്ട് ജീവിക്കുന്നവരുമാണ്. സത്യം പറഞ്ഞാൽ ഈ കോടയും ഈ ഭൂമിക്ക് ഒരു അലങ്കാരം തന്നെയല്ലേ. ദേവലോകത്തെത്തിയ പോലെയാണ് കുരങ്ങന്മാരുടെ ഒരു ഫാമിലി ഇരിക്കുന്നത് കണ്ടോ. നമ്മളെ ശ്രദ്ധിച്ച് നോക്കുന്നൊക്കെ ഉണ്ട്, എന്താ ഈ രാവിലെ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ ഹെയർ പിന്നൊക്കെ കയറി ഇതാ 42 എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. വയനാട്ടിലോട്ട് കയറി. ഇവിടെയാണ് ചുരം അവസാനിക്കുന്നത്. ഇനി നല്ല അടിപൊളി റോഡാണ്. ഒരുപാട് തേയിലത്തോട്ടമൊക്കെ കാണാൻ പറ്റും ഇതിലേ പോകുമ്പോൾ. ഇവിടെയാണ് കേട്ടോ മുളയരി പായസം കിട്ടുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത് കുടിക്കാൻ. അങ്ങനെ മാനന്തവാടി എത്തി. ഇവിടെ കേട്ടോ ഞാൻ ജനിച്ച സ്ഥലം. 3 മാസം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കണ്ണൂരേക്ക് പോയി. അച്ഛൻ്റെ പണിയൊക്കെ അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഇവിടെ കുറച്ച് നൊസ്റ്റാൾജിയൊക്കെയുള്ള സ്ഥലമാണ്. എൻ്റെ വെക്കേഷൻ ടൈമൊക്കെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് കൊണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പുതിയ കുപ്പായമൊക്കെ വാങ്ങിത്തരും. പുതിയ പുത്തൻ കുപ്പായവും റായും പൊട്ടും ഒക്കെ ഇട്ടിട്ടായിരിക്കും ഇവിടുന്ന് പോവുക. എല്ലാം ഒരു ഓർമ്മ. ഇതാ ഈ ബേക്കറിയിൽ കയറി ഞാനും കണ്ണനും ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബേക്കറിയാണ്. പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ തോന്നി. ഈ പാലം കടന്നു കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ടിട്ട് അവിടെ കയറിയപ്പോൾ എന്നെ അറിയുന്ന ആളുകളൊക്കെ ആയിരുന്നു. അവരെനിക്കൊരു മാംഗോ ഒക്കെ കഴിക്കാൻ തന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പോകുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് പോയിട്ടോ. നല്ല ടേസ്റ്റി മാമ്പഴം. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ നല്ല ഭയങ്കര തണുപ്പൊക്കെ ആയിട്ടല്ലേ പോയേ, കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് തന്നു. പിന്നെ എനിക്ക് എന്താ പലഹാരം തരണ്ടേന്നൊക്കെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മേൻ്റെ ചേച്ചി. എന്താ ഉള്ളതെന്നൊക്കെ നോക്കുക. ഇത് മതിയോ അത് മതിയോ എന്നൊക്കെ ചോദിക്കുക. ഇതാണ് കേട്ടോ അമ്മ തുന്നിയ കമ്പിളി നൂലും കൊണ്ട് തുന്നിയ
ബ്രാ ഭയങ്കര മനോഹരമല്ലേ? ഒരുപാട് നൂലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു, പല സൈസിലും പല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടാകുന്നേ ഉള്ളൂ കേട്ടോ. വേഗം തന്നെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ പ്രൊഡക്റ്റൊക്കെ എത്തുന്നതായിരിക്കും. കണ്ടോ എന്ത് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തതെന്ന്. എല്ലാം കൈ കൊണ്ട് കമ്പിളി നൂലും കൊണ്ട് തുന്നി ഇരുന്ന് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഓരോ പ്രൊഡക്റ്റും. പിന്നെ വരുന്ന വഴിക്ക് ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി. ചോക്ലേറ്റ് അറിയാമല്ലോ, എൻ്റെ കൺട്രോളിൽ പോകുന്നതാണ്. 70% കൊക്കയുള്ളതാണ്. എന്നാലും അത്ര കയ്പൊന്നുമില്ല, എന്നാലും ഭയങ്കര യമ്മിയായിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. തിരിച്ചു വന്നു. വരുമ്പോൾ മഴയൊക്കെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടും. എന്നാലും എൻ്റെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് എനിക്ക് കൺട്രോൾ കിട്ടിയില്ല, കഴിക്കണം തോന്നി. കുറച്ച് എടുത്ത് കഴിച്ചു തുടങ്ങി കേട്ടോ. വേണോ നിങ്ങൾക്ക്? പിന്നെ കുറച്ച് മഴ തുടങ്ങി. ഡേഞ്ചറായിട്ടുള്ള വഴി കൂടെ വീണ്ടും ഹെയർ പിന്നൊക്കെ ഇറങ്ങി വീട്ടിലെത്തി നനഞ്ഞു